السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. മുഹിയദ്ദീൻ, ദീനിന് ജീവൻ നൽകുന്നവൻ. അദ്ദീനു മാ യുദാനു ബിഹി എന്നാണല്ലോ. ശരീഅത്തിനെ വഴിപ്പെടലാണ് ദീൻ എന്ന് പറയുന്നത്. ആ ശരീഅത്തിനെ, ആ ദീനിനെ നമ്മിലേക്ക് എത്തിച്ചു തന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒഴുകുന്ന അബ്ദുൽ ഖാദിർ ഇച്ചമസ്താന്റെ വിരുദ്ധത്തിൽ നിന്ന് നമുക്ക് അല്പം കേട്ടു നോക്കാം. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ സല്ലല്ലാഹു അലൈഹി ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. സിയണ്ട സിഴിന്നെ സറത്തനേക്കുള്ള സിയണ്ട സിഴിന്നെ സറത്തനേക്കുള്ള സീരിൽ ഖുദാവേ മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം, അറിവ് എന്ന മഹാസാഗരം. സിന്ധുജം സമുദ്രമാണല്ലോ. ആ സിന്ധുജ സിംഹാസനത്തിലിരിക്കുന്ന ശിങ്കാര കോവായ, ശിങ്കാരം നല്ലവനായ സുന്ദരനായ, കോവെന്ന് പറയുമ്പോൾ മാണിക്യം, ആ മുത്ത് മാണിക്യ കല്ലാണ് ഹബീബായ തങ്ങൾ എന്നാണ് ഇച്ഛ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഹബീബായ തങ്ങളുടെ മേലിൽ നിങ്ങൾ അവിടുത്തെ ആശയങ്ങളിൽ സായുജ്യമടിയാനും സദാസമയവും അവിടുത്തെ ആശീർവാദങ്ങൾ പുണരാനും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഇച്ഛ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. മീമണ്ടമിൽ മാലിക്കിൽ മുലൂക്കണ്ട, മീമണ്ടമിൽ മാലിക്കിൽ മുലൂക്കണ്ട, മീമിൽ മുളൈത മുഹിയുദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്, ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്, അല്ലാഹ് കിയാടും മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ ശിങ്കാരക്കോവേ മുഹിയുദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത് എന്നത് ഇച്ചമസ്താന്റെ രചനാ വൈഭവം കൊള്ളിക്കുന്ന മറ്റൊരു വരിയാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതില് ഒളിഞ്ഞു കിടക്കുന്ന ഹബീബായ തങ്ങളെയാണ് ഇച്ഛ നമുക്ക് കാണിച്ചു തരുന്നത്. ബിസ്മിയിലെ സീന് സിറിലേക്കും മീമ് മുഹമ്മദ് എന്ന തിരുനാമത്തിലേക്കും സൂചിപ്പിക്കുമ്പോൾ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അപാരമായ സിഫത്ത് അള്ളാഹു തആല ഹബീബായ തങ്ങളിലേക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിന് ആധാരമായി ലഖദ് ജാഅക്കും എന്ന സൂക്തത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ലില്ലാഹി കൊമ്പത്ത്, ബിസ്മിയിലെ അവസാനത്തിൽ ആ റഹീമിന്റെ അവിടെയാണ് ഹബീബായ തങ്ങളെ പറഞ്ഞതെങ്കിൽ അൽ ഹംദ് ആ കൊമ്പത്ത് തന്നെ ഹബീബായ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇച്ഛ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രമേൽ ഹബീബായ തങ്ങളെ കുറിച്ച് പഠിക്കാനും വായിക്കാനും അവിടുത്തെ പാടി പറയാനും അവിടുത്തെ പ്രാപ്തനാക്കിയത് അവിടുത്തെ ആത്മീയ അനുരാഗം തന്നെയാണ്. ആ ആത്മീയ അനുരാഗത്തിൽ ചാലിച്ച ഇത്തയുടെ മറ്റൊരു വരി നമുക്ക് കേട്ടു നോക്കാം. അതത്തിലൗവലസ് റരണ്ട കെൻസദിൽ അലിഫ് കുല്ലലിഫ് ത്വാഹ
അതത്തിലൗവല സീറണ്ട കൻസദിയിൽ അലിഫ് കുള്ളലിഫ് ത്വാഹ അതാരമേലർശിൽ ഹൗസാൾ നടന്നവർ അതാരമേലർശിൽ ഹൗസാൾ നടന്നവർ അറിവിൻ സുംജിന്നിലാഹ അറിവിൻ സുംജിന്നിലാഹ അതത്തിലൗവല സീറണ്ട കൻസദിയിൽ അലിഫ് കുള്ളലിഫ് ത്വാഹ അതാരമേലർശിൽ ഹൗസാൾ നടന്നവർ അതാരമേലർശിൽ ഹൗസാൾ നടന്നവർ അറിവിൻ സുംജിന്നിലാഹ അറിവിൻ സുംജിന്നിലാഹ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഹബീബായ തങ്ങൾ അലിഫുക്കുള്ള അലിഫാണ്, പൊരുളുകൾക്കുള്ള പൊരുളാണ്, സിറുകളുടെ കൻസ് നിധിയാണ് എന്നാണ് ഇച്ച നമുക്ക് പറഞ്ഞു തരുന്നത്. അർശാൽ ഗൗസാൽ രാപ്രയാണം നടത്തിയ സമയത്ത് ഹബീബായ തങ്ങൾ അല്ലാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന ഒരു സാമീപ്യത്തിലേക്കാണ് ആ വരി നമ്മെ ചെന്നെത്തിക്കുന്നത്. വേദക്കിനാദിതനിൽ മൈലായിരുന്ന നബി വേദാന്തം ഷാഹുഷാഹ വേദക്കിനാദിതനിൽ മൈലായിരുന്ന നബി വേദാന്തം ഷാഹുഷാഹ വള്ളൽ മുഹമ്മദിലു മലർത്താളമടിക്കടിയിൽ വള്ളൽ മുഹമ്മദിലു മലർത്താളമടിക്കടിയിൽ നിലവാശം നാം പുകണണേ നിലവാശം നാം പുകണണേ അതത്തിലൗവല സീറണ്ട കൻസദിയിൽ അലിഫ് കുള്ളലിഫ് ത്വാഹ അതാരമേലർശിൽ ഹൗസാൾ നടന്നവർ അതാരമേലർശിൽ ഹൗസാൾ നടന്നവർ അറിവിൻ സുംജിന്നിലാഹ അറിവിൻ സുംജിന്നിലാഹ ഇത്രമേലും ശ്രേഷ്ഠത നിറഞ്ഞ ഹബീബായ തങ്ങളുടെ മേൽ നിങ്ങൾ നല്ല താളത്തിലും ഈണത്തിലും സ്വലാത്തും സലാമും ചൊല്ലണേ. അവിടുത്തെ ആശയങ്ങളിൽ സായുജ്യമടയണേ. നിങ്ങൾ നല്ല പുകളുകൾ പാടണേ എന്ന ഇച്ചമസ്താന്റെ ആ ഉപദേശം നിങ്ങളിലേക്ക് ചേർത്തി വെച്ച് ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.